ശശി തരൂരിനെതിരെ പാർട്ടിയിലും മുന്നണിയിലും അമർഷം ശക്തമാകുന്നു. സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ശശി തരൂരിൻ്റെ സംഘടനാ വിരുദ്ധ നിലപാടുകളിൽ മൃദു സമീപനം സ്വീകരിക്കുന്ന കെ സുധാകരനെതിരെയും പ്രതിഷേധം ഉയരുകയാണ്. അതേസമയം വിവാദങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടലിനും സാധ്യത തെളിയുകയാണ്. സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിട്ടും UDF നേതാക്കളെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർ എന്ന രീതിയിൽ പരിഹസിക്കുകയാണ് ശശി തരൂർ ചെയ്തത്. ഇതിനെതിരെ പാർട്ടിയിലും മുന്നണിയിലും അമർഷം കത്തിപ്പടരുകയാണ്. പ്രത്യേകിച്ചും VD സതീശനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലും മുസ്ലിം ലീഗിലും. തരൂരിനെതിരെ ഉറപ്പായും നടപടിയുണ്ടാകണമെന്നതാണ് കോൺഗ്രസിലെ മുറവിളി. ആവശ്യമുയർത്തുന്നവരിൽ സതീശപക്ഷവും സതീശ വിരുദ്ധരും സ്വയം ഗ്രൂപ്പായ നേതാക്കളും എല്ലാവരുമുണ്ട്. തരൂരിന്റെ പരാമർശങ്ങൾ UDFന് വലിയ ക്ഷീണമുണ്ടാക്കിയെന്നാണ് നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നത്. സ്വന്തം ഘടകകക്ഷികൾ പോലും അസംതൃപ്തി പ്രകടിപ്പിക്കുമ്പോഴാണ് പിണറായി സർക്കാരിനെ തരൂർ പുകഴ്ത്തിയത്. കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഇത് വലിയ എതിർപ്പുളവാക്കാൻ കാരണമായെന്നത് നവമാധ്യമങ്ങളിലെ രോഷപ്രകടനങ്ങളിലൂടെ തന്നെ വ്യക്തം. കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലാത്ത എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിശ്വപൗരനെ എന്തിനു ചുമക്കണമെന്ന ചോദ്യവും കോൺഗ്രസ് വൃത്തങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. അതോടൊപ്പം തരൂരിനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെയും മുറുമുറുപ്പുകളുണ്ട്. സതീശൻ വിരുദ്ധ ചേരിയിലെ അംഗമായ തരൂരിനോടുള്ള തണുത്ത നിലപാട് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണെന്നാണ് വിമർശനം. സുധാകരന്റെ സെമി കേഡർ നയം തരൂരിന് ബാധകമല്ലേ എന്നും എതിർചേരിക്കാരടക്കം ചോദിച്ചു തുടങ്ങി. അതേസമയം വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിനും സാധ്യത തെളിയുന്നു. ശശി തരൂരിനെ KC വേണുഗോപാൽ പരസ്യമായി തള്ളി പറഞ്ഞു. നടപടി വേണമെന്ന സമ്മർദ്ദം കൂടി ശക്തമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെടലിന് തന്നെയാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.